നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെ മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ കാവേരി രാവിലെ തന്നെ ജോലി സ്ഥലത്തേക്ക് വരുവാണ്. ജോലി സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഒന്ന് രണ്ട് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നീട് അവർ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം റേറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചു. അപ്പം കാവേരി റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു, അല്ല ഇന്നിപ്പം ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ എത്ര സമയമാകുമ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ഇന്നിപ്പം 3 മണിയായില്ലേ, 3 മണിക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 11 മണിയാകുമ്പോഴത്തേനും വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? സാധാരണ ഒരു 24 മണിക്കൂറൊക്കെ കിട്ടുന്നല്ലേ, പിന്നെന്താ ഇത്ര സമയം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ഇവിടെ ഒരു 12 മണിക്കൂർ അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല അതെവിടുത്തെ ന്യായവാ, ഞങ്ങൾ ഇതിനു മുമ്പ് പോയടത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാളുടെ ഭാര്യ പറഞ്ഞു, അത് ശരിയാ, ഇതിനു മുമ്പ് നമ്മൾ പോയടത്ത് നമുക്ക് 24 മണിക്കൂർ കിട്ടിയായിരുന്നു, പക്ഷെ ഇവിടെ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. കാവേരി പറഞ്ഞു, ഇവിടുത്തെ റൂൾസ് അങ്ങനെയാണ്, ഇവിടെ അങ്ങനെ റൂം കൊടുക്കണേന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല ഇവിടെ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അല്ല അങ്ങനെ ഇവിടെ അടുത്തെങ്ങുള്ളതായിട്ട് എനിക്കറിയില്ല, ഇവിടെയുള്ള എല്ലാ ഹോം സ്റ്റേയിലും കൂടെ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണമുണ്ട്, തൊട്ടടുത്തായിട്ട് ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. കാവേരി തൻ്റെ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ 24 അവേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷമായി. ഈ സമയത്താണ് രാജേശ്വരി അങ്ങോട്ടേക്ക് വരുന്നത്. രാജേശ്വരി കേട്ടു ഈ പറയുന്നൊക്കെ. കാവേരി തൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. ഓഹോ, അപ്പം അതാണ് കാര്യം. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാജേശ്വരി പാഞ്ഞിങ്ങോട്ട് വന്ന് കാവേരിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നീ ഹോം സ്റ്റേ താർക്കാൻ വേണ്ടി നടക്കുമല്ലേടിന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി, എന്താ മാഡം, ഇവിടെ വരുന്ന ഗസ്റ്റുകളെയൊക്കെ നീ പതുക്കെ നയത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകല്ലേന്ന് ചോദിച്ചു. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാന്നേ. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാന്ന് പറഞ്ഞു. ആ സമയത്ത് നിവിൻ അങ്ങോട്ട് വന്നേ, നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു ചോദിച്ചു. അല്ല അത് പിന്നെ മാഡം, ഞാൻ റൂം ഒഴിവുണ്ടോന്ന് നോക്കാനായിട്ട്. ഇവിടെ നടക്കുന്ന വല്ല നീ അറിയുന്നുണ്ടോ? അല്ല എന്താ മാഡം കാര്യം എന്താ? ഇവിടെ വരുന്ന ഗസ്റ്റുകളെയൊക്കെ ഇവളെ പറഞ്ഞ് തിരിച്ച് ഇവളുടെ ഹോം സ്റ്റേയിലേക്ക് പറഞ്ഞു വിടുക. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ അറിയത്തില്ലല്ലോ. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, മാഡം അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത് മാരിയായിക്ക് കടന്നു പോയിക്കോ, ഇവിടെ ജോലിയില്ല, നിനക്കൊന്നുമില്ല. നിന്നെക്കുറിച്ച് ജയബാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, നീ ആരാ എന്താന്നൊക്കെ. നീ അവിടെ ഹോം സ്റ്റേ തകർത്താടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ താർക്കാൻ വേണ്ടി വന്നവളല്ലേടി നീ? നാശൂലം പിടിച്ചവള്, നാശം പിടിച്ചവള്, കടന്നു പോയിക്കോ, എന്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടേക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ശാപവാക്കുകൾ പറയണം. കാവേരിക്ക് ഭ്രാന്തായിപ്പോയി, സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു. കാവേരി ചാടി അങ്ങ് എഴുന്നേറ്റു, നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹോം സ്റ്റേയിൽ അല്ലെങ്കിൽ ആജീവനാന്തകാലം ജോലി ചെയ്യുന്ന ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ശരി, ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹോം സ്റ്റേക്കാളും നല്ലൊരു ഹോം സ്റ്റേ ഞാൻ തുടങ്ങിയിരിക്കും 1 വർഷത്തിനുള്ളിൽ. നിങ്ങൾ കണ്ടോ? അപ്പോഴേക്കും രാജേശ്വരി പറഞ്ഞു, എന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അവൾ ഒരു 2 മുറിയും കൊടുത്തിട്ട് അവൾ അഹങ്കാര വർത്താനം പറയുന്നു. അതെ, അത്ര അങ്ങോട്ട് എന്നെ താഴ്ത്തേണ്ട കാര്യമില്ല. ഞാനേ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാവേരി ആരാ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഭാഗം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും നിവിന് ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ കാവേരി, എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചു. കാവേരി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കാവേരി പെട്ടെന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേനും നിവിന് ഓടി വന്ന ഹസ്ബൻഡോട് ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. കാവേരി പണങ്ങിപ്പോയതാ, അമ്മയായിട്ടുള്ള ഇഷ്യൂ ആന്ന് പറഞ്ഞു. ദൈവമേ, പണി പാളിയോ? കാവേരിക്കാണ് ഭ്രാന്ത് ഇളകുന്ന പോലെ തോന്നി. കാവേരി കുറെ ദൂരം സ്കൂട്ടിയിൽ അങ്ങോട്ട് പോയി. പിന്നീട് സ്കൂട്ടി അവിടെ ഒതുക്കിയിട്ടൊരു കലിങ്കൊക്കെ ഇറങ്ങി ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം, വീട്ടിലേക്ക് പോകണം, ഉള്ള ജോലിയും പോയി. അപ്പോഴേക്കും നിവിൻ പിന്നാലെ തന്നെ വന്നു. നീ വന്നിട്ട് എന്താ കാവേരി, എന്താ പറ്റി, കാര്യം എന്താന്നൊക്കെ ചോദിക്കണം. കാര്യം എന്താന്ന് ചോദിക്കാൻ പറ്റായിരുന്നു നിങ്ങളുടെ അമ്മയോട്. മാഡത്തിനൊരു എല്ലു കൂടാല, ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. അവരുടെ വിചാരം അവരെന്തോ വലിയ സംഭവമാന്നാ. ഒന്നും അല്ലെന്നുള്ള കാര്യം എനിക്കറിയാൻ അറിയത്തുള്ളൂ. നിങ്ങൾ പണക്കാർക്ക് ബാക്കിയുള്ളവരെ ചവിട്ടി തേക്കാൻ പറ്റുമായിരിക്കും, ജോലിക്കാരുടെ ഒരു പുച്ഛ ഭാവമായിരിക്കും, പക്ഷേങ്കിലേ അതെൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. കാവേരി കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ ഹോം സ്റ്റേയിലേക്ക് 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 24 അവേഴ്സ് കിട്ടണം. 3 മണിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 3 മണിക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഇവിടുത്തെ റൂൾസ് അനുസരിച്ച്
പിറ്റേ ദിവസം 12 മണിയാകുമ്പത്തേനും ഇറങ്ങണം. അങ്ങനെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും വേറെ വല്ല ഹോം സ്റ്റേ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഹോം സ്റ്റേയുടെ കാര്യം പറഞ്ഞു. അപ്പം അവർക്ക് ഓക്കെയാണ്. അവർക്കൊരു അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പം ഞാൻ അവർക്ക് അഡ്രസ്സ് കൊടുത്തില്ലെങ്കിലും അവർ വേറെ എവിടെയെങ്കിലും ഹോം സ്റ്റേ പോയി താമസിക്കും. അതിനിപ്പം ഞാൻ പറഞ്ഞു കൊടുത്താൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതിൻ്റെ പേരിൽ ദേ മേഡം എന്നെ കുറെ ചീത്ത പറഞ്ഞു. എൻ്റെ ജോലിയും കളഞ്ഞെന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. നീയും പറഞ്ഞു അമ്മയുടെ സ്വഭാവം അറിയാലോ. പിന്നെ അമ്മയുടെ സ്വഭാവം അവരാരാന്ന് അവരുടെ വിചാരം. കുറച്ച് പൈസ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് എന്തും പറയാൻ പ്രവർത്തിക്കാന്നൊക്കെ അവരുടെ വിചാരം. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇച്ചിരി പൈസ ഇല്ലായിരിക്കും, പൈസ കുറവായിരിക്കും ഇപ്പം. പക്ഷെ അങ്ങനെ ആരുടെ മുന്നിൽ തല കുനിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എന്തിനാണെന്ന് എനിക്കറിയാം. എന്താണ് ഈ ജോലി വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുക. അല്ല ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണ്ടേ? എന്താ ആലോചിക്കാനായിട്ട്? ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട നിവിനെ. നിവിൻ എനിക്കൊരു ജോലി തന്നു. കുറച്ച് ദിവസമാണെങ്കിലും ജോലി ചെയ്തതിന് ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് അതിൽ എന്നും പറഞ്ഞുകൊണ്ട് കാവേരി അവിടെ നിന്ന് കൂടെ പോകുമ്പോഴത്തേനും നിവിൻ ആലോചിച്ചു, ഇങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെയാവും? അമ്മ ഇവളും കൂടെ സെറ്റ് ആവുന്നില്ല. ഇങ്ങനെയാണ് തങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ എന്നും അടിയായിരിക്കുമല്ലോ എന്നൊക്കെ നിവിൻ മനസ്സ് ചിന്തിക്കുകയാണ്. നിവിന് ഭയങ്കര ഇഷ്ടമാണ് കാവേരിയെ. അപ്പൊ കാവേരിയെ സ്വന്തമാക്കണം എന്നാണ് നിവിന്റെ മനസ്സിലെ ആഗ്രഹം. പക്ഷെ വീട്ടിൽ അമ്മ ഇവളും കൂടെ തമ്മിൽ അടിയാണെങ്കിൽ രണ്ടുപേരും കൂടെ കുടുംബത്തിൽ ഒത്തുപോകത്തില്ല. അപ്പൊ പിന്നെ തനിക്ക് പ്രശ്നമാകത്തുള്ളൂ എന്നുള്ള കാര്യം നിവിന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാവേരി വീട്ടിലേക്ക് വന്നിട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അമ്മയൊക്കെ വന്ന് ചോദിക്കും ഇപ്പൊ എന്താ ഇവിടെ ഇരിക്കണേന്ന്. എന്താ ഏതാന്ന് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. അപ്പോഴേക്ക് ശാരദ കൃത്യം അങ്ങോട്ട് വന്നു. കാവേരി ഞെട്ടിപ്പോയി. കാവേരി ഞെട്ടി എഴുന്നിട്ട് ചോദിച്ചു അമ്മ എന്താ ഇങ്ങനെ വന്ന് നോക്കണേന്ന് ചോദിച്ചു. അല്ല നീ എന്താ ഇവിടെ വന്നിരിക്കണേ? എന്താ എനിക്ക് ഇവിടെ വന്ന് ഇരുന്നുകൂടെന്ന് ചോദിച്ചു. ഗംഗ വന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് ജോലി ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നു. പിന്നെന്താ നീ പോന്നത്? അതെ 1-2 ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഗസ്റ്റോ? ഇനിയുമോ എന്ന് ശാരദ ചോദിച്ചു. അതെന്താ ഗസ്റ്റിനെ വന്നുകൂടെന്ന് ചോദിച്ചു. എടി എങ്ങനത്തെ ഉള്ളവരാ വരുന്നേ? ഇനി അതിന്റെ ആവശ്യമുണ്ടോ? ഗംഗ പറഞ്ഞു അമ്മയ്ക്ക് എന്താ അമ്മയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാരദ പറഞ്ഞു എടി ഗസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. 3-4 പെണ്ണുങ്ങളുള്ള വീടാ ഇവിടെ. അതിന്റെ ഇടയ്ക്കിലേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ വരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു സ്ത്രീയുണ്ട് പുരുഷനുണ്ടെന്ന് പറഞ്ഞു. അവര് ഭാര്യയും ഭർത്താവും ആണോ? അതേന്ന് പറഞ്ഞു. അല്ല ഉറപ്പാണല്ലോ അല്ലേ? ഇനി അമ്മയ്ക്ക് വല്ല സംശയം ഉണ്ടൊരു കാര്യം ചെയ്യുക. അമ്മ അവിടെ ആധാർ കാർഡ് വാങ്ങിച്ചു നോക്ക്. അല്ല ഇതിപ്പോ ഞാൻ എന്താ പറയണെന്ന് ചോദിച്ചു. ശാരദ പറഞ്ഞു നിനക്കിതൊക്കെ പറയാം. എടി 3-4 പെൺമക്കളുള്ള ഒരു അമ്മയുടെ വേദന എന്താന്ന് നിനക്ക് മനസ്സിലാകത്തില്ല. അതൊക്കെ മനസ്സിലാവണമെങ്കിലേ നീയൊക്കെ ഒരു അമ്മയാവണം. അല്ല ഞാൻ കാണാൻ പോവല്ലേ, അപ്പൊ നമുക്ക് കണ്ടറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു അമ്മയെ പോലെ എന്താണെങ്കിലും മന്ദബുദ്ധിയൊന്നും അല്ല ഞാൻ. എനിക്ക് 3-4 പിള്ളേരൊന്നും ഉണ്ടാകാൻ പോകുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഗംഗയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചിരി വന്നു. പിന്നീട് ശാരദ പറഞ്ഞു നീയൊക്കെ പഠിക്കാനായിട്ട് പോകുന്നുള്ളൂ. എൻ്റെ അമ്മയെ പോലെ എപ്പോഴും പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലേ അതിന് മാത്രം സമയം കാണത്തുള്ളൂ. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ബോൾഡായിട്ട് നിൽക്കണം. ജീവിക്കണമെങ്കിലേ കുറച്ച് ധൈര്യമൊക്കെ വേണം. ധൈര്യം ചങ്കൂറ്റം വേണം. അല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എന്ത് വേണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ഗംഗ ചോദിച്ചു അല്ല ഗസ്റ്റുകൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. എടി വരുമല്ലോ അല്ലേ, എന്നിട്ട് എന്നെ ഇതിലിട്ടും കാണാത്തെ? അല്ല ഞാൻ വരുന്നതിന് മുമ്പ് അവരെത്തേണ്ടതായിരുന്നു. അഡ്രസ്സ് കൊടുത്തു വിട്ടാ പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ജോലിക്ക് പോയിക്കോ, അവർ വരുമ്പോൾ അവരെ ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു അത് വേണ്ട, കാരണം ജോലിയില്ലെന്നുള്ള കാര്യം പറയാൻ പറ്റില്ലോ, എന്താ പോവാത്തെ? അല്ല അവർ വന്നു കഴിയുമ്പോൾ അവരെ ഞാൻ മാനേജ് ചെയ്തോളാം. വേണ്ട വെറുതെ എന്തിനാ നീ ജോലി കളയണമെന്ന് ഗംഗ ചോദിച്ചു. സാരമില്ലാന്ന് പറഞ്ഞു. ഗംഗയ്ക്ക് സംശയമായി കാവേരിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പം. എന്താടി എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല ജോലി സ്ഥലത്ത് എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ലാന്നേ, ഞാൻ ആ ഗസ്റ്റുകളെ നോക്കി ഇരിക്കുമല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് നിവിൻ്റെ അടുത്തേക്ക് രാജേശ്വരി വന്നു. രാജേശ്വരി വന്നിട്ട് പറഞ്ഞു അവള് വൃത്തികെട്ടവളുണ്ടല്ലോ, ഇന്നെന്നെ വെല്ലു വിളിച്ചിട്ടാ പോയെന്ന് പറഞ്ഞു. നിവിൻ പറഞ്ഞു അമ്മയ്ക്ക് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മ കാര്യം എന്താണെന്ന് അറിയത്തില്ലാതെ കാവേരിയെ പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞു. മിണ്ടരോ നീയാ, അവൾക്ക് നീ സപ്പോർട്ടല്ലേന്ന് ചോദിച്ചു. അതെ സപ്പോർട്ട് തന്നെയാ, തെറ്റ് ചെയ്യാതെ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വെറുതെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. നീയും പറഞ്ഞു അത് ശരിയാ, മേഡത്തിന് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് മതിയായിരുന്നു അവളെ പിരിച്ചുവിടുന്നേ. ഇതേ എല്ലാവരും കൂടി എനിക്കിട്ട് പണി തരാൻ ഇന്നാണ്ടല്ലോ. ഈ രാജേശ്വരിക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. കൂടുതൽ എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. ഇവനൊന്നും മിണ്ടിയില്ല. ഇവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആസിഫിൻ ഇവനെ ഒന്ന് നോക്കുകയാണ്. നിവിന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിലേക്ക് കയറാൻ പോകുന്നില്ല. അതേ സമയത്ത് ആസിഫിനോട് രാജേശ്വരി പറഞ്ഞു
ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവൾക്കിട്ട് ഞാൻ പണി കൊടുക്കും. ഗസ്റ്റിനെ പ്രതീക്ഷിച്ച് അവൾ ഇരിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രാജേശ്വരി ആരാന്ന് അവൾ അറിയാൻ പോകുന്നുള്ളൂ. അല്ല മാഡം, അത് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആസ്വദിച്ചു. വേണം. രാജേശ്വരിയെ വെല്ലുവിളിച്ചിട്ട് പോയവൾക്കിട്ട് പണി കൊടുക്കാതെ എനിക്കിനി അടക്കമാകില്ല എന്നൊക്കെ രാജേശ്വരി ശപഥം ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.